ഹലോ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രയോഫൈറ്റിൽ നമ്മൾ ഇത്രയും നാൾ ടൈപ്പുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെയും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഫ്യൂണേറിയ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു നമുക്ക് മെയിനായിട്ട് 3 ക്ലാസ്സുകളാണ് ഉള്ളതെന്ന്. ഏതൊക്കെയായിരുന്നു? ഹെപ്പാറ്റിക്കോപ്സിഡ, ആൻഡോസെറോറ്റോപ്സിഡ ആൻഡ് ബ്രയോപ്സിഡ. അതിൽ ഹെപ്പാറ്റിക്കോപ്സിഡയിൽ നമ്മൾ റിക്സിയും അതേപോലെ മാർക്കാൻഷ്യയും പഠിച്ചു. അതിനുശേഷം ആൻഡോസെറോറ്റോപ്സിഡയിൽ നമ്മൾ ആൻഡോസിറോസ് പഠിച്ചു. ഇനി മൂന്നാമത്തെ ക്ലാസ്സിനകത്ത് വരുന്ന അല്ലെങ്കിൽ ക്ലാസ് ബ്രയോപ്സിഡയിൽ വരുന്ന ഫ്യൂണേറിയ എന്ന് പറയുന്നൊരു സ്പീഷീസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്യൂണേറിയ ഞാൻ പറഞ്ഞു, നമ്മൾ ഇത്രയും പഠിച്ച ബ്രയോഫൈറ്റുകളിൽ നിന്നെല്ലാം കുറച്ചുകൂടി വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എന്ന് പറയുന്നത് ഫ്യൂണേറിയ എന്ന് പറഞ്ഞാൽ. വെൽ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ അധികം ഫീച്ചറുകൾ ഏകദേശം ആൻജിയോസ്പേമിനെ റിസംബിൾ ചെയ്യുന്നതാണ്. നമുക്കറിയാം ആൻജിയോസ്പേമാണ് ഏറ്റവും അഡ്വാൻസ്ഡ് പ്ലാന്റ്. അപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് പ്ലാന്റായ ആൻജിയോസ്പേമിനോട് റിസംബിൾ ചെയ്യുന്ന ക്യാരക്ടറുകളുള്ള ഒരു ബ്രയോഫൈറ്റാണ് എന്തെന്ന് പറയുന്നത് ഫ്യൂണേറിയ എന്ന് പറഞ്ഞാൽ. കുറേ അധികം കാര്യങ്ങളിൽ അത് ആൻജിയോസ്പേമിനെ റിസംബിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂണേറിയ ആൻജിയോസ്പേമിനെ റിസംബിൾ ചെയ്യുന്നുണ്ട്, ഫ്ലവർ ഒന്നുമില്ല. എന്നാലും മറ്റ് ചില ക്യാരക്ടർ, ഇപ്പോൾ ലീഫ് അല്ലെങ്കിൽ ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക് സ്ട്രക്ചറൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ആൻജിയോസ്പേമിൽ കണ്ടു. മറ്റ് നമ്മളിപ്പോൾ കണ്ട മാർക്കാൻഷ്യയിലോ അല്ലെങ്കിൽ റിക്സിയയിലോ അല്ലെങ്കിൽ ആൻഡോസിറോസിലോ ഒന്നും അങ്ങനെ ലീഫോ അല്ലെങ്കിൽ സ്റ്റെമ്മോ ഒന്നും നമുക്ക് പറയാനില്ല. പിന്നെ റൂട്ടിന് റൈസോയിഡ്സ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ലീഫും അതുപോലെ സ്റ്റെമ്മും, ഇറക്റ്റായിട്ടുള്ള സ്റ്റെമ്മും അത് ചുറ്റി ലീഫുകളും അതുപോലെ റൈസോയിഡ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആൻജിയോസ്പേമിൻ്റെ ഒരു ക്യാരക്ടറാണ്, ഫ്ലവർ ഇല്ലെന്നുള്ളൂ. പക്ഷേ ബേസിക്കൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ സെല്ലുകൾ എപ്പോഴും ഹാപ്ലോയിഡ് സെല്ലുകളായിരിക്കും. പക്ഷേ ആൻജിയോസ്പേം എപ്പോഴും സ്പോറോഫൈറ്റിക് ആണ്, അതിൻ്റെ സെല്ലുകൾ ഡിപ്ലോയിഡ് സെല്ലുകൾ. അതാണ് മേജറായിട്ടുള്ള ഡിഫറൻസ്. പിന്നെ ഫ്ലവർ ഒന്നുമില്ല, പക്ഷെ ഒരുപാട് ക്യാരക്ടറുകൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ആൻജിയോസ്പേമിന്. ഇപ്പോൾ ലോവർ ആയിട്ടുള്ള ടെഡോഫൈറ്റിനേക്കാളും അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലോവർ ആയിട്ടുള്ള ടെഡോഫൈറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ സൈലോട്ടം ഒക്കെ ലോവർ ടെഡോഫൈറ്റ് ആണ്. അത് സ്പോറോഫൈറ്റിക് ആണ്, അതിൻ്റെ മെയിൻ ജനറേഷൻ ഡിപ്ലോയിഡ് ആണ് സെല്ലുകളൊക്കെ. എന്നാൽ പോലും സൈലോട്ടത്തിന് പോലും ലീഫ് നമുക്ക് പറയാനില്ല. പക്ഷേ ഇവിടെ ബ്രയോഫൈറ്റ് ആയിട്ട് പോലും അതിനൊരു ലീഫുണ്ട്. സോ ഒരു അഡ്വാൻസ്, അതായത് ടെഡോഫൈറ്റിനെയും അല്ലെങ്കിൽ ബ്രയോഫൈറ്റിനെയും ഒരു കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് ടെഡോഫൈറ്റിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആൻജിയോസ്പേമിൻ്റെ ഒക്കെ പോലെ ഫീച്ചേഴ്സ് കാണിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ടെഡോഫൈറ്റ് ആണ്, ബ്രയോഫൈറ്റ് ആണെന്ന് പറയുന്നത് ഫ്യൂണേറിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാധനം നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. ചെറുപ്പത്തിൽ തല വെട്ടി കളിക്കുന്നൊക്കെ ആയിട്ട് മതിലുകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളൊരു സാധനമാണ് ഫ്യൂണേറിയ എന്ന് പറയുന്നത്. ഇതിനിപ്പോൾ തലവെട്ടി എന്നൊക്കെ പേരൊക്കെ ചില സാധനങ്ങളൊക്കെ പറയാറുണ്ട്. ബേസിക്കലി ഇതൊരു ബ്രയോഫൈറ്റ് ആണ്, പുഷ്പിക്കുന്ന സസ്യമൊന്നുമല്ല, ബ്രയോഫൈറ്റ് ആണ്. ഓക്കെ, അതിന് നമ്മൾ നോക്കാറുണ്ടോ? നമ്മളിതുവരെ കണ്ട മാർക്കാൻഷ്യ അല്ലെങ്കിൽ റിക്സിയ അങ്ങനത്തെ സാധനങ്ങളെല്ലാം എന്താണ്? ക്രീപ്പിംഗ് ആയിട്ടുള്ള താലസ് പ്ലാന്റ് ബോഡിയായിരുന്നു അല്ലേ? ഇതിന് അങ്ങനെ ഒരു ക്രീപ്പിംഗ് താലസ് അല്ല, മറിച്ച് ഇറക്റ്റ് ആയിട്ടുള്ളൊരു ആക്സിസ്, നേരെ മുകളിലേക്ക് നിൽക്കുന്ന ഇറക്റ്റ് ആയിട്ടൊരു ആക്സിസ്, അതിൽ ലീഫ് ലൈക്ക് സ്ട്രക്ചറുകൾ, അതിലെ പൊങ്ങി നിൽക്കുന്നത് അതിൻ്റെ സ്പോറോഫൈറ്റ് ആണ്. ഓക്കെ, ഫ്യൂണേറിയയുടെ സ്പോറോഫൈറ്റിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, അത് പറയാം. അപ്പോൾ ആ പൊങ്ങി നിൽക്കുന്നത് സ്പോറോഫൈറ്റ് ആണ്. നമ്മളതുപോലെ പൊങ്ങി നിൽക്കുന്ന സ്ട്രക്ചർ മാർക്കാൻഷ്യ പഠിച്ചു. എന്തായിരുന്നു? ആന്ത്രിഡിയോഫോറും ആർക്കിഗോണിയോഫോറും അങ്ങനെ അംബ്രല്ല ഷേപ്പൊക്കെ ആയിട്ട് പൊങ്ങി നിൽക്കുന്നതെന്ന് പഠിച്ചു. ഇത് പക്ഷേ എന്താണ്? സ്പോറോഫൈറ്റ് ആണ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ആ പൊങ്ങി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ ലീഫ് പോലെ കാണുന്ന താഴേക്ക് പോകുന്ന ഭാഗമെല്ലാം ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്. ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ നിന്ന് അങ്ങനെ സ്പോറോഫൈറ്റ് അതിനോട് ഡിപ്പെൻഡ് ചെയ്ത്, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അല്ല എന്നാലും ഡിപ്പെൻഡ് ചെയ്ത് പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ സ്പോറോഫൈറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് തന്നെ എടുക്കാം. ഇപ്പോൾ നോക്കുക, നമുക്ക് എന്താണ് ഇതുവരെ പഠിച്ചതിനും മെയിനായിട്ടൊരു ഡിഫറൻസ് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ എന്താണ്? ഇറക്റ്റാണ്. ഇതുവരെയുള്ളതെല്ലാം ക്രീപ്പിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ നിലത്തിനോട് പറ്റിച്ചേർന്ന് വളരുന്ന ടൈപ്പ് ബ്രയോഫൈറ്റുകളായിരുന്നു. പക്ഷേ ബ്രയോപ്സിഡയ്ക്കകത്ത് അഡ്വാൻസ്ഡ് ഫ്യൂണേറിയ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്? ഫ്യൂണേറിയ ഇറക്റ്റായിട്ട് നിൽക്കുന്നതാണ്. മാത്രമല്ല ഫ്യൂണേറിയയ്ക്ക് ബ്രാഞ്ചുകളും ഉണ്ട്, ലാറ്ററലായിട്ടുള്ള ബ്രാഞ്ചൊക്കെ ഉണ്ട്. ഇതൊക്കെ ആൻജിയോസ്പേമിൻ്റെ ക്യാരക്ടറാണ്. ഓക്കെ, ലാറ്ററലായിട്ട് ബ്രാഞ്ചിങ്ങുകളും വരാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്യാരക്ടറിലേക്ക് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഫ്യൂണേറിയ എന്ന് പറയുന്നത് ഫ്യൂണേറിയ അതുപോലെ പോഗണേറ്റം എന്നൊക്കെ പറയുന്ന ഏകദേശം സിമിലർ ആയിട്ടുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ബ്രയോഫൈറ്റ്സ് ആണ്. അപ്പോൾ ഫ്യൂണേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് റീജിയൻസിലാണ് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. ട്രോപ്പിക്കൽ റീജിയനൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? ഭൂമധ്യരേഖയോട് സൗത്തായിട്ടും നോർത്തായിട്ടും ചേർന്ന് കിടക്കുന്ന പ്രദേശം, അവിടെ നിന്ന് ഒരു 30 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള പ്രദേശങ്ങൾ, അതായത് മെയിൻലി മഞ്ഞുള്ള സ്ഥലങ്ങളിൽ കുറവാണെന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ വളരെ നന്നായിട്ട് കാണപ്പെടുന്ന ഒരു സ്പീഷ്യസ് ആണ്, അല്ലെങ്കിൽ ഒരു ജീനസ് ആണ് എന്ന് പറയുന്നത് ഫ്യൂണേറിയ എന്ന് പറയുന്നത്. ഫ്യൂണേറിയയുടെ ഏകദേശം 117 117 സ്പീഷീസ് നമ്മളിതുവരെ
റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 15 സ്പീഷീസ് ഇന്ത്യയിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫിനേറിയ എന്ന് പറയുന്നത് ഫിനേറിയ ഹൈഗ്രോമെട്രിക്ക എന്ന് പറയുന്നതാണ്. ധാരാളം നല്ല മോയ്സ്റ്റും ഷെയ്ഡും ഒക്കെയുള്ള ഏതൊരു മതിലൊരു വാളിലോ അല്ലെങ്കിൽ മൺതിട്ടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഇതിങ്ങനെ ഒരു വെൽവെറ്റ് ലൈക്ക് അപ്പിയറൻസ് ആയിട്ട് നല്ല പച്ച കളറിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ഫിനേറിയക്കൊക്കെ വാട്ടറിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ്. സോ അപ്പോൾ നമ്മുടെ മണ്ണിലേക്ക് വെള്ളം ഇങ്ങനെ പയ്യെ ഇറങ്ങുന്നതിനകത്ത് വലിയൊരു റോള് നമ്മുടെ ബ്രയോഫൈറ്റ്സ് എല്ലാം തന്നെ കേട്ടോ, എല്ലാ ബ്രയോഫൈറ്റ്സും തന്നെ വഹിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ വാട്ടറിനെ കുറേ നേരം ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ വാട്ടർ നമ്മൾ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ആ മഴവെള്ളം അപ്പോൾ കൂടുതൽ മഴവെള്ളം ഒഴുകി പോകത്തേ ഉള്ളൂ, അത് മണ്ണിലേക്ക് പെട്ടെന്ന് അങ്ങ് ഇറങ്ങില്ല. പക്ഷേ കുറേ നേരം അവിടെ കെട്ടിക്കിടന്നാൽ മാത്രമേ മണ്ണിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കെട്ടിക്കിടക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള വെൽവെറ്റി നേച്ചർ കൊണ്ട് നമ്മുടെ ബ്രയോഫൈറ്റുകൾ ഈ വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വെക്കുകയും പയ്യെ മണ്ണിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ അതുപോലെ എക്കോളജിക്കലി അതിന് ഭയങ്കരമായൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രയോഫൈറ്റ്സ് ഇല്ലെങ്കിൽ വാട്ടർ ജനറേറ്റ് മണ്ണിലേക്ക് ഇറങ്ങുന്ന ഒരു കപ്പാസിറ്റി കുറയും. സോ ബ്രയോഫൈറ്റ് ഉണ്ടാകുന്നത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നമുക്കിനി അതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെച്യൂർ ഫിനേറിയ ഈസ് എ ഹാപ്ലോയിഡ് ഗ്രീൻ കളേർഡ് ആൻഡ് ബ്രാഞ്ചഡ് ഗെമിറ്റോഫൈറ്റ്. എന്തൊക്കെയാണ് ഹാപ്ലോയിഡ് ആണ്? എല്ലാ ബ്രയോഫൈറ്റും ഹാപ്ലോയിഡ് ആണ് അല്ലേ. പിന്നെ ഗെമിറ്റോഫൈറ്റിക് ആണ് അതിൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹാപ്ലോയിഡ് ആണ്, ഗ്രീൻ കളേർഡ് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, ആൻഡ് ബ്രാഞ്ച്ഡ് ഗെമിറ്റോഫൈറ്റ് അല്ല. ഇതിന് ബ്രാഞ്ച് ഉണ്ട്, അതിനും ബ്രാഞ്ച് ഉണ്ടായിരുന്നു, ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് അങ്ങനെയല്ല, പക്ഷേ ഇതൊരു എറക്റ്റ് ആയിട്ടൊരു ആക്സിസ് ആണ് ബ്രാഞ്ച് ചെയ്യുന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. The plant body consists of an axis or stem provided with the leaves and rhizoids. ഉണ്ടോ? The plant body consists of an axis or stem. ഒരു സ്റ്റെം പ്രൊവൈഡ് വിത്ത് ലീഫ് ആൻഡ് റൈസോഴ്സ്. ഇത് നമ്മൾ ഇതുവരെ കാണാത്തൊരു അഡ്വാൻസ് ഫീച്ചറാണ് മോർഫോളജിക്കലി പറയുകയാണെങ്കിൽ. മറ്റൊരു ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് 2 ക്ലാസ്സിൽ പെടുന്ന ബ്രയോഫൈറ്റ് ആട്ടോ. പോഗണേറിയത്തിനൊക്കെ സെയിം ഫീച്ചറുണ്ട്. അതായത് ബ്രയോപ്സിഡയ്ക്കകത്ത് വരുന്നതല്ലാതെ ഇപ്പോൾ ഹെപ്പാറ്റിക്കോപ്സിഡയിലോ ആന്തോസിറോറ്റോപ്സിഡയിലോ വരുന്ന സ്പീഷീസുകളിലൊന്നും നമ്മളിങ്ങനെ ഒരു ഫീച്ചർ കണ്ടിട്ടില്ല. ഒരു സ്റ്റെം ലൈക്ക് അല്ലെങ്കിൽ ലീഫ് ഒക്കെ ഉള്ള പോലെ ഒരു അപ്പിയറൻസ് ഇല്ല. അപ്പോൾ ഇതിനും ഒരു സ്റ്റെമ്മ്, ലീഫ് അല്ലെങ്കിൽ റൂട്ടിന് പകരം ഇവിടെ റൈസോഴ്സ് ആണുള്ളത്. അപ്പോൾ സ്റ്റെം ഒരു കുറച്ച് അഡ്വാൻസ്ഡ് പ്ലാന്റിൻ്റെ ഫീച്ചറുകളുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത് ഫിനേറിയ എന്ന് പറയുന്നത്. ഓക്കെ, ആക്സിസ് ഈസ് അപ്രൈറ്റ്. ആക്സിസ് എങ്ങനെയാണ്? അപ്രൈറ്റ് ആണ്. അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നിവർന്ന് നിൽക്കുന്ന എറക്റ്റ് ആയിട്ടുള്ള അപ്രൈറ്റ്. സ്ലെൻഡർ മെലിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കനം കുറഞ്ഞ 1 to 3 സെൻറ്റിമീറ്റർ ടോൾ ആൻഡ് ബ്രാഞ്ചഡ്. ആ പോയിന്റ് ശ്രദ്ധിക്കണേ. 1 to 3 സെൻറ്റിമീറ്റർ ടോൾ ആൻഡ് ബ്രാഞ്ചഡ് ആണ്. 1 മുതൽ 3 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് വെക്കാം. അതുപോലെ ബ്രാഞ്ചഡ് ആണ്. ദെൻ ലീവ്സ് ആർ അറേഞ്ച്ഡ് സ്പൈറലി അറൗണ്ട് ദ ആക്സിസ് ഓഫ് 3 വെർട്ടിക്കൽ റോസ്. എങ്ങനെയാണ്? ലീഫ് നമ്മുടെ ഒരു ആക്സിസ് ഉണ്ട്. അപ്പോൾ ആക്സിസിൽ ലീഫ് പല രീതിയിൽ അറേഞ്ച് ചെയ്യാം അല്ലേ. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓപ്പോസിറ്റ് ലീവ്സ്, ആൾട്ടർനേറ്റീവ് ലീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നമ്മുടെ സ്റ്റെമ്മിൽ ലീഫ് അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ +2 മോർഫോളജിയിൽ പഠിച്ചതാണ്. അത് ആൻജിയോസ്പെർമ്സിൻ്റെ കേസിലാണ്. ഇവിടെ എങ്ങനെയാണ്? ഇതൊരു സ്പൈറലി നമ്മുടെ ചുറ്റുഗോവണി ഇങ്ങനെ പോകുന്നൊരു സ്റ്റൈലുണ്ടല്ലോ, ഒരു സ്പൈറൽ ഗോവണികളൊക്കെ കയറി പോകുന്നത്. നമ്മുടെ ഈ ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഗോവണിയൊക്കെ പോകില്ല, ആ ഒരു രീതിയിലാണ് ലീഫ് ഈ സ്റ്റെമ്മിൽ അറേഞ്ച് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. അതെങ്ങനെയാണ്? 3 വെർട്ടിക്കൽ റോ ആയിട്ടാണ്, ഒറ്റ റോ ആയിട്ടല്ല, 3 വെർട്ടിക്കൽ റോ ആയിട്ട് ഒരു സ്പൈറൽ ആയിട്ട് ഇതിങ്ങനെ ബേസ് ടു ടിപ്പിലേക്ക് ലീഫ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. The mature leaves present in the base of the stem have a distinct midrib which is absent in young leaves. ഓക്കെ, നോക്കുക, നമ്മുടെ അതും ആൻജിയോസ്പെർമിനോട് റിസംബിൾ ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ട് പറയാം. ഇവിടെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടൊരു മിഡ്രിപ്പ് ഉണ്ട്. ഓക്കെ, നമ്മുടെ താലസിനും ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ബ്രയോഫൈറ്റിൻ്റെ താലസിന് അങ്ങനെ ഒരു മിഡ്രിപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചാൽ റിക്സിയിലൊക്കെ. അതുപോലെ ഇവിടെ ലീഫിന് തന്നെ സ്വന്തമായിട്ടൊരു മിഡ്രിപ്പ് ഉണ്ട്. എങ്ങനെയുള്ളതാണ്? മെച്യൂർഡ് ആയിട്ടുള്ള ലീഫുകളിൽ ആൻജിയോസ്പെർമിനെ പോലെ തന്നെ ഒരു മിഡ്രിപ്പ് കാണാം. എന്നാൽ യങ് ലീഫുകളിൽ അങ്ങനെ ഒരു മിഡ്രിപ്പ് നമ്മൾ കാണാറില്ല. അതുപോലെ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റാണ്, നല്ല ഫ്ലാറ്റും സിമ്പിളാണ്. അതുപോലെ സെസൈലാണ്. സെസൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോക്ക്, ഒരു തണ്ടൊന്നും ഉണ്ടാകത്തില്ല. അതിൻ്റെ നേരെ ആ സ്റ്റെമ്മിൽ നിന്ന് കറക്റ്റ് അതിൽ നിന്ന് തന്നെ ഉണ്ടായി വന്നേക്കാണ്. അതിൻ്റെ ഒരു എക്സ്ട്രാ പീറ്റിയോളോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു സ്റ്റോക്ക് ഉണ്ടാകത്തില്ല. ദെൻ ഓവേറ്റ്, ഒരു ഓവൽ സ്ട്രക്ചർ ആയിരിക്കും. അതിൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല പോയിൻ്റി ആയിട്ടുള്ള ടിപ്പായിരിക്കും. ബേസ് ആൻഡ് പോയിൻറ്റഡ് അപ്പെക്സ് ആയിരിക്കും. അപ്പെക്സ് എന്ന് പറഞ്ഞാൽ നല്ല പോയിൻറ്റഡ് അപ്പെക്സ് ആയിരിക്കും. ആൻഡ് ബ്രൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ഗ്രീൻ ആവുന്നതോറും ക്ലോറോഫിൽ കണ്ടൻറ്റ് നല്ല ഹൈ ആയിട്ടുണ്ട്. സോ അതിന് ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി നല്ല കൂടുതലാണ്. അതുപോലെ തന്നെ നോക്കുക, യങ് ലീവ്സ് ആർ സ്മോൾ, സ്കെയിൽ ലൈക്ക് ആൻഡ് വിത്തൗട്ട് ക്ലോറോപ്ലാസ്റ്റ്. ആദ്യം ഉണ്ടായി വരുന്നത്. അപ്പോൾ ഏറ്റവും യങ് ലീവ്സ് എവിടെയായിരിക്കും നമ്മൾ കാണുന്ന ഒരു പ്ലാന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ടായിരിക്കും യങ് ലീവ്സ്. അതിൻ്റെ ബോട്ടം ഭാഗത്ത് എപ്പോഴും
മെച്യൂർഡ് ലീവ്സ് ആയിരിക്കും. അപ്പോൾ മെച്യൂർഡ് ലീവ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ഗ്രീൻ ആണ്, മിഡ് ഡ്രിപ്പ് ഉണ്ട്, ഫ്ലാറ്റ് ആണ്, സെസൈലാണ്, ഓവർ ഷേപ്പ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞു. യങ് ലീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിൽ ലൈക്ക് അപ്പിയറൻസ് ആണ്, ഒരു സ്കെയിൽ ലൈക്ക് അപ്പിയറൻസ് ആണ്. മാത്രമല്ല അതിന് ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. ഓക്കെ, ആ പോയിന്റ് ശ്രദ്ധിക്കുക, അതിന് ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. ദെൻ എന്താ പറഞ്ഞത്, ദി അപ്പർ ലീവ്സ് ആർ ലാർജർ ആൻഡ് ക്രൗഡഡ് അറൗണ്ട് ദ അപ്പെക്സ് ഓഫ് ദി ആക്സിസ്. അപ്പർ ലീഫുകൾ ലാർജാണ്, ക്രൗഡഡ് ആയിട്ട് കൂടി കലർന്ന് ഇങ്ങനെ അപ്പെക്സിൻ്റെ അവിടെ നിൽക്കുകയാണ്. ലോവർ ലീവ്സ് ആർ സ്മോളർ ആൻഡ് സ്കാറ്റർ. താഴത്തെ ലീവുകൾ എന്ന് പറഞ്ഞാൽ സ്മോളർ ആയിരിക്കും, കുറച്ചുകൂടി സ്കാറ്റർ ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ദെൻ വേറൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തെ ലീഫിന് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കത്തില്ല. അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ടോപ്പ് ഭാഗം കുറച്ച് ക്ലോറോപ്ലാസ്റ്റുകൾ കണ്ടെയ്നായിരിക്കും, പക്ഷേ ബേസ് ഭാഗത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകത്തില്ല. അത് നമുക്ക് സ്റ്റെമ്മിൻ്റെ അനാട്ടമി പറയുമ്പോൾ പറയാം. ഓക്കെ, ദെൻ അടുത്തൊരു ഫീച്ചർ എന്താ, ലാസ്റ്റ് ലീവ് ഉണ്ടാകുന്നത് റൈസോയിഡ്സ് ആണ്. റൈസോയിഡ്സിനും ഇവിടെ മറ്റ് ബ്രയോഫൈറ്റ്സിനും ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റൈസോയിഡ്സ് മൾട്ടി സെല്ലുലാർ ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സ്പീഷീസുകളിലും യൂണിസെല്ലുലാർ റൈസോയിഡ്സ് ആണ്. അത് 2 ടൈപ്പ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്താ, സ്മൂത്ത് വാൾഡ് ഉണ്ട്, റെട്ടിക്കുലേറ്റ് ഉണ്ടെന്നൊക്കെ പഠിച്ചു. പക്ഷേ ഇവിടെ എന്താണ്, മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ് ആണ്, ഒന്നിലേറെ സെല്ലുകൾ. അതിൻ്റെ ഒരു അപ്പിയറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫംഗൽ ഹൈഫയുടെയൊക്കെ പോലെ സെപ്റ്റകളൊക്കെ ഇങ്ങനെയായിട്ട് അല്ലേ, ഫംഗൽ ഹൈഫ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനൊരു ക്രോസ് വാൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ, സെല്ലുകളെ വേർതിരിക്കുന്ന ഒരു നടുഭിത്തി, ഒരു ക്രോസ് വാൾ ഉണ്ടാവും. അപ്പോൾ ഇതിനും അങ്ങനെ സെല്ലുകളെ വേർതിരിക്കുന്ന ഒരു നടുഭിത്തി ഉണ്ടാവും. ആ നടുഭിത്തി എങ്ങനെയാണ്, ഒബ്ലിക് സെപ്റ്റയാണ്. ഒബ്ലിക് സെപ്റ്റ നിങ്ങൾ ഫംഗസിൽ പഠിച്ചൊരു കാര്യമാണ്. ഒബ്ലിക് സെപ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചെരിഞ്ഞിട്ടുള്ള ബെസിഡിയോമൈക്കോട്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു നേരെയല്ല, അതായത് 2 സെല്ലുകളെ വേർതിരിക്കുന്ന ആ ഒരു വോൾ എന്ന് പറയുന്നത് നേരെയല്ല, അത് കുറച്ച് ചെരിഞ്ഞിട്ടാണ്. ഒബ്ലിക് നമ്മൾ സെക്ഷനൊക്കെ എടുക്കുമ്പോൾ ഒബ്ലിക്കായി പോകുമെന്ന് പറയാറില്ലേ, എന്ന് പറയുന്ന പോലെ ചെരിഞ്ഞ ഒരു സെപ്റ്റ കൊണ്ടാണ് റൈസോയിഡ്സിൻ്റെ സെല്ലുകളെ വേർതിരിച്ച് വെച്ചിരിക്കുന്നത്. അത് രണ്ടും അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചറാണ്. എന്താണുള്ളത്, ഒന്ന് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള റൈസോയിഡ്സ് ആണ് ഇതിനുള്ളത്, ഫ്യൂനേറിയയ്ക്കുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ സെപ്റ്റ എന്ന് പറയുന്നത് ഒബ്ലിക് സെപ്റ്റയാണ്. അതൊക്കെ ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചറുകളാണ്. സോ അതൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വായിക്കുക. ഓക്കെ, ദെൻ റൈസോയിഡ്സ് ആർ കൺസേൺഡ് വിത്ത് ആങ്കറേജ് ആൻഡ് അബ്സോർഷൻ ആണ് അല്ലേ. അതിപ്പോൾ എല്ലാ ബ്രയോഫൈറ്റ്സിലും നമുക്ക് എഴുതാവുന്നൊരു പോയിൻ്റാണ്. റൈസോയിഡ്സ് ആർ കൺസേൺഡ് വിത്ത് ആങ്കറേജ്, പിടിച്ചു നിൽക്കാനും അതുപോലെ അബ്സോർഷനും വേണ്ടിയിട്ടാണ് റൈസോയിഡ്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ റൈസോയിഡ്സ് കുറച്ചുകൂടെ ആങ്കറേജ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. കാരണം എന്താ, നിലത്ത് വെറുതെ ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെ വളരുന്ന ഒന്നിനും മണ്ണിന് ഒരുപാട് അറ്റാച്ച് ചെയ്യേണ്ട കാര്യമില്ല, ഒരുപാട് ബലം കൊടുക്കേണ്ട കാര്യമില്ല, ശരിയല്ലേ. പക്ഷേ ഇത് നേരെ നിവർന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ആ ചെടിക്ക് അങ്ങനെ നിവർന്ന് നേരെ നിൽക്കാനായിട്ട് നല്ല ബലമുള്ള റൂട്ട് സിസ്റ്റം വേണം, അല്ലെങ്കിൽ റൂട്ട് ടൈപ്പ് സിസ്റ്റം വേണം. അപ്പോൾ ഇവിടുത്തെ റൈസോയിഡ്സിൻ്റെ ആങ്കറേജിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. അബ്സോർഷനേക്കാളും എന്നല്ല, അബ്സോർഷൻ്റെ ഒപ്പം തന്നെ ആങ്കറേജ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. എന്നാൽ മറ്റ് ബ്രയോഫൈറ്റുകൾക്ക് അത്രയും സ്ട്രോങ് ആയിട്ടൊരു ആങ്കറേജ് കപ്പാസിറ്റി വേണമെന്നില്ല. കാരണം അത് ക്രീപ്പ് ചെയ്ത് അതിലിങ്ങനെ മണ്ണിനോട് പറ്റിപ്പിടിച്ച് വളരുന്നതുകൊണ്ട് അതിന് ഒരുപാട് ബലത്തിലുള്ളൊരു ആങ്കറേജ് സിസ്റ്റം വേണമെന്നില്ല. പറന്നൊക്കെ പോകാണ്ട് കാറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഫോഴ്സിനോട് എതിരിട്ട് നിൽക്കുന്ന രീതിയിലുള്ളത് മതി. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പക്കാ നേരെ നിൽക്കുന്നതാണ്. സോ അത് നല്ല മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന, നല്ല രീതിയിൽ ആങ്കർ ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫ്യൂനേറിയയുടെ മൾട്ടി സെല്ലുലാറായിട്ടുള്ള ഒബ്ലിക് സെപ്റ്റയോട് കൂടിയ റൈസോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മളതിൻ്റെ ഒരു എക്സ്റ്റേണൽ ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ആക്സിസ് ഉണ്ട്, ആക്സിസിന് ചുറ്റുമായിട്ട് സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ് ഉണ്ട്, അതിൽ മെച്യൂർ ലീവ്സും ഉണ്ട്. അതുപോലെ തന്നെ അതിന് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള റൈസോയിഡ്സും ഉണ്ടെന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇത്രയാണ് ബേസിക്കലി ഒരു എക്സ്റ്റേണൽ ഫീച്ചറുകൾ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി ഇൻറ്റേർണൽ ഫീച്ചറുകൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഒരു പടം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഫ്യൂനേറിയ എന്ന് പറയാം. ഇതിലെ ടോപ്പ് ഭാഗത്തേക്ക് പൊങ്ങിപ്പോകുന്നത് സ്പോറോഫൈറ്റ് ആണ്. ഈ ഫ്യൂനേറിയയുടെ സ്പോറോഫൈറ്റ് ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു എസ്സേ തന്നെ ചോദിക്കാനുള്ളൊരു കാര്യം ഫ്യൂനേറിയയുടെ സ്പോറോഫൈറ്റിനകത്തുണ്ട്. സോ അതുകൊണ്ട് അത് സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗെമറ്റോഫൈറ്റ് മാത്രം ഇപ്പോൾ നോക്കുക. അതിൽ ലീവ്സ് ഉണ്ട്, ലീവ്സ് സ്പൈറലി അറേഞ്ച്ഡ് ആണ്, മെയിൻ ആക്സിസ് ഉണ്ട്, റൈസോയിഡ്സ് ഉണ്ട്. 3 പാർട്ടേ മെയിൻ ആയിട്ടുള്ളൂ. സോ ഈ 3 പാർട്ടിൻ്റെ ഇൻറ്റേർണൽ അനാട്ടമി എങ്ങനെയാണെന്ന് നോക്കാം. ഓൾറെഡി റൈസോയിഡ്സിൻ്റെ അനാട്ടമി നമുക്ക് അറിയാം അല്ലേ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു അനാട്ടമി പറയാനില്ല. ഒരൊറ്റ ലെയർ ഓഫ് സെൽസ് ഇങ്ങനെ അല്ലെങ്കിൽ നീണ്ട് സെപ്റ്റ കൊണ്ട് വേർതിരിച്ച് എന്നൊരു ഫിലമെൻറ്റ് ഓഫ് സെൽസ് ആണ് റൈസോയിഡ്സ് എന്ന് പറഞ്ഞാൽ. സെപ്റ്റ എന്ന് പറഞ്ഞാൽ ഒബ്ലിക്കാണ് എന്ന് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ദെൻ നമുക്ക് ആക്സിസ് എന്ന് പറഞ്ഞാൽ സ്റ്റെം. അപ്പോൾ നമ്മളൊരു ആൻജിയോസ്പേമിൻ്റെ സ്റ്റെമ്മൊക്കെ കൺസേൺ ചെയ്യുകയാണെങ്കിൽ ആൻജിയോസ്പേമിൻ്റെ സ്റ്റെമ്മൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ +2 തന്നെ പഠിച്ചതാണ്.
മോണോക്കോട്ട് സ്റ്റെമ്മ, ഡൈക്കോട്ട് സ്റ്റെമ്മ, മോണോക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെം, ഇതൊക്കെ ഒരു ഇൻറ്റേർണൽ അനാട്ടമി നമ്മൾ കണ്ടതാണ്. എന്താ അതിനകത്തുണ്ടായിരുന്നു, എന്താ അപ്പർ എപ്പിഡെർമിസ്, കോർട്ടക്സ്, സ്റ്റീല്, പെരിസൈക്കിൾ, എൻഡോഡെർമിസ് എന്നൊക്കെ പറഞ്ഞ കുറേ ഫീച്ചറുകൾ, കുറേ ഡിഫറൻഷ്യൽ ടിഷ്യൂകളും വാസ്കുലർ ബണ്ടിലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെയും കുറച്ച് അതുപോലെ അതിനോട് അങ്ങനെ അതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതുപോലെ അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെമ്മിൻ്റെ ഫീച്ചറുകൾ പോലെയൊക്കെ ഒരു ടെൻഡൻസി, അതായത് അഡ്വാൻസ്മെൻറ്റിലേക്ക് വളർന്ന് ഇനി ആൻജിയോസ്റ്റെമിലേക്ക് എത്താൻ അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ്മെൻറ്റിലേക്ക് കയറണം എന്നൊരു രീതിയിലുള്ള ഒരു ടെൻഡൻസി എന്തിനുണ്ട്, ഫ്യൂണേറിയയുടെ ആക്സിസിനുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ നമ്മുടെ ആൻജിയോസ്റ്റെമിൻ്റെ സ്റ്റെമ്മൊക്കെ പോലെ തന്നെ ഇതിനും ബേസിക്കായിട്ട് 3 റീജിയനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് എപ്പിഡെർമിസ്, അതുപോലെ കോർട്ടെക്സ്, ദെൻ സെൻട്രൽ സിലിണ്ടർ. ഓക്കെ, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്കൊരു ആൻജിയോസ്റ്റെമിൻ്റെ കേസിലും പറയാം, അല്ല, ഒരു ഡൈക്കോട്ട് സ്റ്റെം എടുത്തു കഴിഞ്ഞാൽ അതിന് എപ്പിഡെർമിസ് ഉണ്ടാവും, കോർട്ടെക്സ് ഉണ്ടാവും, സെൻട്രൽ സിലിണ്ടറിന് പകരം അവിടെ സെൻട്രൽ സ്റ്റീലാണേ ഉള്ളൂ. പിന്നെ കുറച്ചധികം ഡിഫറൻഷ്യേറ്റഡ് ടിഷ്യൂസ് ആണെന്നുള്ളതുണ്ട്, പക്ഷേ ഇവിടെ അത്ര ഡിഫറൻഷിയേഷൻ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള പാരൻ കൈമാറ്റസ് ടിഷ്യൂകളാണ്. സോ ആക്സിസ് ആസ് റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻ. അതിൽ 3 ഡിഫറൻസ് റീജിയൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓരോ റീജിയനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ്. അതിപ്പോൾ അഡ്വാൻസ് പ്ലാന്റിൽ പോലും സിംഗിൾ ലെയർ ഓഫ് സെൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിംഗിൾ ലെയർ സെൽസുകൾ നമ്മളൊരു പെർട്ടിക്കുലർ പേരിട്ട് വിളിക്കാറുണ്ട് കേട്ടോ. അതിന് യൂണിസെറേറ്റ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്, മറക്കരുത്. യൂണിസെറേറ്റ് കണ്ടീഷൻ, അതായത് ഏറ്റവും പുറമെയുള്ള അല്ലെങ്കിൽ സിംഗിൾ ലെയർ ഓഫ് സെൽസ് ഇങ്ങനെ സർക്കുലറായിട്ടൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പറയുന്ന പേരാണ് എന്ത്, യൂണിസെറേറ്റ് കണ്ടീഷൻ. അത് 2ൽ കൂടുതലാണെങ്കിലോ മൾട്ടിസെറേറ്റ് കണ്ടീഷൻ നമ്മൾ പറയാറുണ്ട്. സോ യൂണിസെറേറ്റ് ഔട്ടർ മോസ്റ്റ് പാർട്ടാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ. അത് കമ്പോസ്ഡ് ഓഫ് തിൻ വാൾഡ് സെൽസ് ആണ്. ദെൻ ഇറ്റ് ഹാസ് നോ പോർസ് ഓർ സ്റ്റൊമാറ്റ. അതിന് പക്ഷേ സ്റ്റൊമാറ്റയോ അതുപോലെ പോസോ ഒന്നുമില്ല, എയർ പോസോ ഒന്നുമില്ല. പോസൊക്കെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ താലോഫൈറ്റിക് ആയിട്ടുള്ള ക്രീപ്പിംഗ് ആയിട്ട് വളരുന്ന മാർക്കാൻഷ്യയിലും ഫ്രിക്സിയിലൊക്കെ എയർ ചേമ്പറുകളും എയർ സ്പോർട്സും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ സ്റ്റൊമാറ്റ ഉണ്ടായിരുന്നു എവിടെ, നമ്മുടെ അന്തോസിറോസിലേക്കും അതുപോലെ മാർക്കാൻഷ്യയുടെ കേസിലൊക്കെ ആണെങ്കിലും സ്പോറോഫൈറ്റിലൊക്കെ നോക്കുകയാണെങ്കിലും എന്താ ചെറിയ രീതിയിലുള്ള സ്റ്റൊമാറ്റയുടെ ഒരു പ്രസൻസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ആൻഡോസിറസിലൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല സ്റ്റൊമാറ്റ ഉണ്ടെന്നുള്ള കേസൊക്കെ നമ്മൾ കണ്ടതാണ്. സോ അങ്ങനത്തെ സ്റ്റൊമാറ്റയോ അല്ലെങ്കിൽ എയർ സ്പോറുകളോ ഒന്നും ഇവിടെയില്ല, ഫ്യൂണേറിയയുടെ എപ്പിഡെർമൽ സെല്ലുകളിലില്ല. ദെൻ അതിന് ഇൻറ്റേർണൽ ആയിട്ടുള്ള കുറേ ലെയർ ഓഫ് സെല്ലുകളെ ജനറലി വിളിക്കുന്നതാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എപ്പിഡെർമിസിൻ്റെയും സെൻട്രൽ സിലിണ്ടറിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗമാണ്. ഓക്കെ, ദെൻ കോർട്ടെക്സിൽ ലാർജ് മൾട്ടിസെറേറ്റ് പാരൻകൈമാറ്റസ് സോൺ, പാരൻകൈമാറ്റസ് സെല്ലാണ് ബിറ്റ്വീൻ ദ എപ്പിഡെർമിസ് ആൻഡ് സെൻട്രൽ സിലിണ്ടർ. ബിറ്റ്വീൻ ദ എപ്പിഡെർമിസ് ആൻഡ് ഏറ്റവും പുറത്തുള്ള എപ്പിഡെർമിസ്, ഏറ്റവും അകത്തുള്ള സെൻട്രൽ സിലിണ്ടർ, അതിന് ഇടയ്ക്കായിട്ട് കാണുന്ന ഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്, മൾട്ടിസെറേറ്റ് ആണ്, ഒന്നിലേറെ ലെയർ ഓഫ് സെൽസ് ഉണ്ട്, പാരൻകൈമാറ്റസ് ആണ്. ദെൻ വെൻ യങ് ദ കോർട്ടെക്സ് സെൽസ് കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ്. അത് യങ് ആയിരിക്കുമ്പോൾ അതിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ചാൽ എന്താ, ഇതിന് യങ് ആയിരിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലീഫൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ, അല്ലേ? ആ യങ് ആയിരിക്കുന്ന അവിടുത്തെ ലീഫ് ഉണ്ട്, അതായത് ടിപ്പ് ഭാഗത്തെ യങ് ആയിരിക്കും എപ്പോഴും. ആ ലീഫ് ഉണ്ടായി വരുന്ന ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല, അത് സ്കെയിൽ ലൈക്ക് അപ്പിയറൻസ് ആണ് നമ്മൾ പറഞ്ഞു. ആ ക്ലോറോപ്ലാസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഇല്ല. സോ ആ സമയത്ത് ഫോട്ടോസിന്തറ്റിക് ഫങ്ഷൻ ചെയ്യുന്നത് ആരാണ്, സ്റ്റെമ്മാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യങ് സ്റ്റെമ്മുകളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും, ബട്ട് അറ്റ് മെച്യൂരിറ്റി ക്ലോറോപ്ലാസ്റ്റ് ഡിസ്റ്റപ്പിയർ. പക്ഷെ അത് മെച്യൂർ ആകുമ്പോഴത്തേക്കും ക്ലോറോപ്ലാസ്റ്റ് ഇല്ലാണ്ടാവും. കാരണം എന്താ, മെച്യൂർ ആകുമ്പോൾ അതിന് ചുറ്റുമുള്ള ലീഫും മെച്യൂർ ആവും. ആ ലീഫുകളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതുകൊണ്ട് പിന്നെ സ്റ്റെമ്മിൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ലീഫ് നല്ല ക്രൗഡഡ് ആയിട്ട് ഇതിനെ ചുറ്റിപ്പൊതിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും സൺലൈറ്റ് ഡയറക്റ്റ് സ്റ്റെമ്മിലേക്ക് അടിക്കാനുള്ള പോസിബിലിറ്റി കുറവാണ്. സോ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെയും അതിന് സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവാനും ചാൻസ് ഇല്ല. സോ അതുകൊണ്ടാണ് മെച്യൂർഡ് ആയിട്ടുള്ള സ്റ്റെമ്മുകളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകത്തില്ല, പക്ഷേ യങ് ആയിട്ടുള്ള സ്റ്റെമ്മുകളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. യങ് ലീഫിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവില്ല, മെച്യൂർ ലീഫിലായിരിക്കും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. അത് തിരിഞ്ഞു പോകാതെ ഒന്ന് പഠിക്കണം കേട്ടോ. ദെൻ യങ് പ്ലാന്റ്സ് ഓൾ കോർട്ടിക്കൽ സെൽസ് ആർ സിമിലർ. നമ്മുടെ കോർട്ടെക്സിലെ എല്ലാ സെല്ലുകളും യങ് സ്റ്റേജിൽ സിമിലർ ആണ്. ബട്ട് അറ്റ് മെച്യൂരിറ്റി ദ സെൽസ് ഓഫ് ദ ഔട്ടർ ലെയർ ബിക്കം റെഡിഷ് ബ്രൗൺ ആൻഡ് തിക്ക് വാൾഡ് ആൻഡ് ദോസ് ഓഫ് ഇന്നർ ലെയർ റിമൈൻ തിൻ വാൾഡ്. എന്താണ് പറഞ്ഞത് നോക്കുക, നമ്മുടെ കോർട്ടെക്സിലെ എല്ലാ സെല്ലുകളും അത് യങ് സ്റ്റേജിലായിരിക്കുമ്പോൾ ഒരുപോലത്തെ സെല്ലുകളാണ്. പക്ഷേ അത് മെച്യൂരിറ്റിയിൽ എത്തിക്കഴിയുമ്പോഴോ
അതിൻ്റെ പുറമേയുള്ള കുറച്ച് സെല്ലുകൾ റെഡിഷ് ബ്രൗൺ കളറാവുകയും നല്ല തിക്ക് വാൾഡ് ആവുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾ ഓർക്കുക, സെക്കൻഡറി തിക്കനിങ് നമ്മൾ പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു സെയിം കേസാണ് അല്ലേ. ഒരു കുഞ്ഞു ചെടിയായിരിക്കും ഒരു മരമായി മാറുമ്പോൾ അതിന് പുറമേ ഉള്ള ഭാഗം, അതിൻ്റെ കോർട്ടക്സിൻ്റെ ഭാഗം ശരിക്കും നല്ല തിക്കൊക്കെ ആവില്ലേ. ഇപ്പോൾ നമ്മളൊരു മോണോക്കോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഒരു ബാമ്പു ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ സ്ക്ലീറങ്കൈമാറ്റസ് ആയിട്ടൊരു ഹൈപ്പോഡെർമിസ് ഉണ്ടാകുന്ന നമ്മൾ പഠിച്ചിരുന്നു. അതുപോലൊക്കെ തന്നെ ഇത് മെച്യൂരിറ്റി എത്തുമ്പോഴത്തേക്കും കുറച്ച് പൊക്കവും മണ്ണമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിന് കുറച്ചുകൂടെ മെക്കാനിക്കൽ സപ്പോർട്ട് വേണം. കുറച്ചുകൂടെ ബലം ഉണ്ടെങ്കിൽ ഇത് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് വളഞ്ഞൊടിഞ്ഞൊക്കെ പോകാം. സോ അതിന് ബലമായിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് റിജിഡ് ആയിട്ടുള്ള സെല്ലുകൾ വേണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കോർട്ടിക്കൽ സെല്ലുകൾ മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഔട്ടർ ആയിട്ടുള്ള കുറച്ച് സെല്ലുകൾ റെഡിഷ് ബ്രൗൺ ആവുകയും തിക്ക് വാൾഡ് ആവുകയും ചെയ്യുന്നു. ആൻഡ് അകത്തെ കോർട്ടെക്സ് പാർട്ടിലുള്ളതോ അത് തിൻ വാൾഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇനി തേർഡ് പാർട്ടാണ് സെൻട്രൽ സിലിണ്ടർ. സെൻട്രൽ സിലിണ്ടർ സ്ഥാനത്ത് ആൻജിയോസ്പെർമിലുള്ളത് സ്റ്റീലാണ്. അത് മെയിനായിട്ടും കണ്ടക്ഷനും അതുപോലെ സെക്കൻഡറി തിക്കനിങ്ങിൻ്റെ സമയത്ത് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കലുമാണ്. പക്ഷെ ഇവിടെ ബേസിക്കലി ആദ്യം തന്നെ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കലാണ് ഈ സെൻട്രൽ കോർ ഓഫ് സെൽസിൻ്റെ ഫംഗ്ഷൻ. കാരണം ഇതുണ്ടാക്കിയിരിക്കുന്നത് ലോങ് നാരോ കളർലെസ് തിൻ വാൾഡ് വെർട്ടിക്കലി ഇലോങ്ങേറ്റഡ് ആൻഡ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസാണ്. എങ്ങനെയാണ്? കളർലെസ് ആണ്, ക്ലോറോപ്ലാസ്റ്റ് ഒന്നുമില്ല, തിൻ വാൾഡ് ആണ്. വാൾ വലിയ തിക്കൊന്നുമല്ല, വെർട്ടിക്കലി ഇലോങ്ങേറ്റഡ് ആണ്, വീതി രീതിയിൽ നീളം കൂടിയതാണ്. ആൻഡ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ്, വളരെ കോമ്പാക്റ്റ് ആയിട്ട്, അത് ഇൻട്രസെല്ലുലാർ സ്പേസ് ഒന്നുമില്ലാതെ വളരെ കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് സെൽ ആർ ഡെഡ് ആൻഡ് ലാക്ക് ഓഫ് പ്രോട്ടോപ്ലാസം. ഇതിന് സെൽ വാൾസ് മാത്രമേ ഉള്ളൂ, അകത്തെ പ്രോട്ടോപ്ലാസ്മിക് കമ്പോണൻസ് ഒന്നുമില്ല. ഈ സെല്ലുകളെല്ലാം ഡെഡാണ്. ആ ഡെഡ് ആയിട്ടുള്ള സെല്ലിനകത്ത് എന്തെങ്കിലും വേറെ മെറ്റീരിയൽസ് ചിലപ്പോൾ കണ്ടേക്കാം ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആൻജിയോസ്പെർമിലൊക്കെ അങ്ങനെയാണ് അല്ലേ. സൈലം, സെക്കൻഡറി സൈലം ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ, സൈലം ശരിക്കും ഡെഡ് സെൽസ് ആയിട്ട് അതിനകത്ത് ടാനിൻ ലിഗ്നൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മുടെ മരത്തിൻ്റെയൊക്കെ കാതൽ, ഹാർട്ട് വുഡ് എന്ന് പറയുന്ന പോലെ റിജിഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ടാവണം. അത് ശരിക്കും ഡെഡ് സെൽസാണ് എന്ന് പറയുന്നത്. അതിനോട് റിസംബിൾ ചെയ്യുന്ന രീതിയിൽ എവിടെയാണ്, ഇവിടെയും കുറച്ച് സെല്ലുകൾ അകത്ത് സെൻട്രൽ സിലിണ്ടറായിട്ട് കുറച്ച് സെല്ലുകൾ, അതിന് പ്രോട്ടോപ്ലാസം ഒന്നുമില്ല, ചുമ്മാ കുറേ കൊള്ളുകൾ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഹെൽപ്പ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. കണ്ടോ, നമ്മൾ ഇതുവരെ കാണാത്തൊരു അഡ്വാൻസ്മെൻറ്റിലേക്ക് എത്തുകയാണ്. നമ്മളിത് പ്രിമിറ്റീവാണ്, ബ്രയോഫൈറ്റ്സ് പ്രിമിറ്റീവാണ്, ആൽഗ പ്രിമിറ്റീവാണ് എന്ന് പറയാനുള്ളൊരു ബേസിക് റീസൺ തന്നെ അതിന് വെള്ളത്തെയും ന്യൂട്രിയൻസിനെ കണ്ടക്ട് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ സൈലുവോ ഫ്ലോയമോ ഇല്ല എന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ആൻഡോസിറോസിനകത്ത് കണ്ടു അതിൻ്റെ സെൻട്രൽ കൊളുമല്ല ശരിക്കും അങ്ങനെ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ബേസിക് ഫൂട്ടും അങ്ങനത്തെ ഒരു അബ്സോർപ്ഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ, സ്പോറോഫൈറ്റിൻ്റെ റൂട്ട് ആവാനുള്ളൊരു ടെൻഡൻസി ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ, സെൻട്രലായിട്ട് സ്റ്റീൽ ലൈക്ക് കുറച്ച് സെല്ലുകൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. എന്നാൽ ആക്യുറേറ്റ് സ്റ്റീലല്ല. അടുത്ത ടെറിഡോഫൈറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും സ്റ്റീലായിട്ട് മാറും. ഓക്കെ, നമ്മൾ ക്രിപ്റ്റോഗ്യാമ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് ആൽഗേനെയും ബ്രയോഫൈറ്റിനെയും ടെറിഡോഫൈറ്റിനെയും പ്രത്യേകനെ. അതിനകത്ത് ടെറിഡോഫൈറ്റിനെ മാത്രം നമ്മൾ വാസ്കുലാർ ക്രിപ്റ്റോഗ്യാമസ് എന്ന് പറഞ്ഞാൽ അതിന് വാസ്കുലാർ ബണ്ടിൽ സൈലം ഫ്ലോയോ ഉണ്ട്. അതില്ലാത്തതാണ് നമ്മുടെ ബ്രയോഫൈറ്റ്. അതിൽ വരുന്നതാണ് ഫ്യൂണേറിയ. എങ്കിലും വാസ്കുലാർ ബണ്ടിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടിഷ്യൂ അതിനുണ്ട്. അതാണ് സെൻട്രൽ സിലിണ്ടർ എന്ന് പറയുന്നത്. അത് ഏകദേശം വാസ്കുലാർ ബണ്ടിൻ്റെ സെയിം ഫങ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. എന്താണ്, മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുകയും അതുപോലെ എന്ത് ചെയ്യുകയും ചെയ്യുന്നു, വെള്ളത്തിൻ്റെയും മിനറൽസിൻ്റെയും കണ്ടക്ഷനും നടത്തുന്നു. ഓക്കെ, ദെൻ അപ്പോൾ അതാണ് ആക്സിസിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് നോക്കാനുള്ള എന്താ, ലീഫിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ലീഫിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ആൻജിയോസ്പെർമിൻ്റെ ലീഫൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ്, പാലിസൈഡ് പാരങ്കൈമ എന്നൊക്കെ പറഞ്ഞ് കുറേ സെല്ലുകളൊക്കെ ഉണ്ട്. സ്പോഞ്ചി പാരങ്കൈമ, പാലിസൈഡ് പാരങ്കൈമ, എപ്പിഡെർമിസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഭാഗങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒറ്റ ലെയർ ഓഫ് സെൽസേ ഉള്ളൂ. ഇതിൻ്റെ ബ്ലേഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒറ്റ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ്. ലീഫ് ലാമിന ഈസ് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് ലാർജ് തിൻ വാൾഡ് സെൽസ്. വളരെ ലാർജ് തിൻ വാൾഡ് ആയിട്ടുള്ള സെൽസ് കൊണ്ടാണ്. നിങ്ങൾ ടെക്സ്റ്റിലെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഒറ്റ ലെയർ ഓഫ് സെൽസുകൾ, വെറുതെ ലാർജ് തിൻ വാൾഡ് ആയിട്ട് വലിയ സെല്ലുകളാണ്. ഒറ്റ ലെയർ ഓഫ് സെൽസ് ഉണ്ട്. അതിലെല്ലാം എന്താണ്, ധാരാളം ക്ലോറോപ്ലാസ്റ്റും ഉണ്ട്. ഓക്കെ, ദീസ് ആർ റിച്ച് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. Then midrib is composed of a multi-layered strand of narrow cells which help in conduction. അതിൻ്റെ ബ്ലേഡ് അല്ലെങ്കിൽ ലാമിന എന്ന് പറയുന്നത് ഒറ്റ സ്ഥലത്തേക്കേ ഉള്ളെന്ന് നമ്മൾ പറഞ്ഞപ്പോഴും അതിൻ്റെ മിഡ്രിബ് റീജിയൻ മാത്രം കുറച്ചധികം സെല്ലുകളാൽ കമ്പോസ്ഡ് ആണ്. ഓക്കെ, ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടി ലെയേർഡ് സ്റ്റാൻഡ് ഓഫ് നാരോ സെൽസ് വിച്ച് ഹെൽപ്പ് ഇൻ കണ്ടക്ഷൻ. ഇവിടെയും കണ്ടക്ഷൻ നോക്കൂ. നമ്മുടെ ആൻജിയോസ്പെർമിനകത്തെ
മിഡ് റിപ്പിൻ്റെ അതേ ഫംഗ്ഷൻ തന്നെയല്ലേ. ആൻജിയോസ്പേമിൻ്റെ മിഡ് റിപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ വാസ്കുലർ ബണ്ടിൽ തന്നെയാണ്. ഇവിടെയും ഏകദേശം വാസ്കുലർ ബണ്ടിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസ്, മൾട്ടി സെല്ലിന് നാരോ സെൽസ്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ടിഷ്യൂസ് സെയിം ഫംഗ്ഷൻ ചെയ്യുന്നു. ആൻഡ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ലീഫ് ഡു നോട്ട് ഹാവ് സ്റ്റൊമേറ്റ ഓർ ഹെയർസ്. ലീഫ് ആണെങ്കിൽ പോലും അതിന് സ്റ്റൊമേറ്റയോ ലീഫ് ഹെയർസോ ഒന്നുമില്ല. ഓക്കെ, അതൊരു ഡിഫറൻസ് ആണ്. ആൻജിയോസ്പേമിലേക്ക് എന്ന് പറഞ്ഞാൽ ലീഫ് ആകുമ്പോൾ എന്താ, അതിൽ സ്റ്റൊമേറ്റയും ലീഫ് ഹെയറുകളും ഒക്കെ പ്രസൻസ് ആണ്. ഇവിടെ പക്ഷേ എന്താ, സ്റ്റൊമേറ്റയോ ലീഫ് ഹെയറുകളോ ഒന്നും പ്രസൻ്റ് അല്ല. ഇനി അടുത്ത പോയിന്റ് നോക്കുക. ദ സ്റ്റെം, ലീഫ് ആൻഡ് റൈസോഴ്സ് ഓഫ് ഫ്യൂണേറിയ ആർ അനാലോഗസ് റെസ്പെക്റ്റീവ്ലി ടു ദ സ്റ്റെം, ലീവ്സ് ആൻഡ് റൂട്ട് ഓഫ് ഹയർ വാസ്കുലർ പ്ലാന്റ്. നമ്മുടെ ഹയർ വാസ്കുലർ പ്ലാന്റിൻ്റെ ഒരു അനാലോഗസ് തന്നെയാണ്, അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ത്, ബ്രയോഫൈൻ്റെ സ്റ്റെമ്മും ലീഫും റൈസോഴ്സും. ഇൻ ഹാവിങ് സിമിലർ ഫങ്ഷൻ, സെയിം ഫങ്ഷൻ തന്നെയാണ് അല്ലേ. ലീഫിൻ്റെ ഫങ്ഷൻ എന്താ, ഫോട്ടോസിന്തസിസ് ആണ്. ഇവിടെയും ഫോട്ടോസിന്തസിസ് തന്നെയാണ്. അതുപോലെ സ്റ്റെമ്മിനകത്തെ നമ്മുടെ സെൻട്രൽ ഭാഗത്തിൻ്റെയും അല്ലെങ്കിൽ കോർട്ടെക്സിൻ്റെ ഒക്കെ ഫംഗ്ഷൻ നോക്കിയും സെയിം തന്നെയാണ്. റൈസോഴ്സിൻ്റെ ഫംഗ്ഷനും സെയിം തന്നെയാണ്, ആങ്കറേജ് ആൻഡ് അബ്സോർഷൻ. പക്ഷേ ഡിഫറൻസ് എന്താണ്, ആൻജിയോസ്പേംസിൻ്റെ സെല്ലുകളെല്ലാം എന്താണ്, ഡിപ്ലോയിഡ് സെൽസ് ആണ്. പക്ഷേ നമ്മുടെ ബ്രയോഫൈറ്റ് ആയിട്ടുള്ള ഫ്യൂണേറിയയുടെ സെല്ലുകൾ ഹാപ്ലോയിഡ് സെൽസ് ആണ്, എൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതാണ് നമ്മുടെ ബേസിക് ആയിട്ട് എൻ്റെ മോർഫോളജിയും അനാട്ടമിയും പറയുകയാണ്. ഇപ്പോൾ നമുക്ക് റീപ്രൊഡക്ഷൻ നോക്കാം. റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് ടൈപ്പ് ഉണ്ട്, സെക്ഷുവൽ ടൈപ്പ് ഉണ്ട്. അതെല്ലാ ബ്രയോഫൈറ്റിലും നമുക്ക് ഈ രണ്ട് റീപ്രൊഡക്ഷനാണുള്ളത്. സെക്ഷുവൽ ടൈപ്പ് ഒറ്റ ബ്രയോഫൈറ്റിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. വെജിറ്റേറ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ടും 5 ടൈപ്പ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനാണ് പറയുന്നത്. ഇത് നമ്മളെല്ലാം മറ്റതിനകത്ത് കണ്ട പോലത്തെ സിമിലർ ആയിട്ടൊക്കെ ഉള്ള തന്നെ റീപ്രൊഡക്ഷനാണ് ഇവിടെയും പറയാനുള്ളത്. പ്രത്യേകതകളൊന്നുമില്ല. ഓക്കെ, ഇന്ന് ഏറ്റവും ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് പ്രൈമറി പ്രോട്ടോനിയമ. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, പ്രോട്ടോനിയമ എന്ന് പറഞ്ഞാൽ സ്പോർ ഡെവലപ്പ് ചെയ്തിട്ട് ആദ്യം ഉണ്ടാകുന്നൊരു താലസ് അപ്പിയറൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രോട്ടോനിയമ എന്ന് പറയുന്നത്. അത് പ്രൈമറി പ്രോട്ടോനിയമ എന്ന് പറഞ്ഞാൽ സ്പോറിൽ നിന്നും ഉണ്ടാകുന്ന പ്രോട്ടോനിയമ പ്രൈമറി പ്രോട്ടോനിയമ എന്നാണ് വിളിക്കുന്നത്. ഈ പ്രോട്ടോനിയമ ചിലപ്പോൾ എന്താ ഫ്രാഗ്മെൻറ്റ് ചെയ്യാം, എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡാമേജ് കൊണ്ടോ അല്ലെങ്കിൽ ചില സെല്ലുകൾ ഡെഡായി പോകുന്നതുകൊണ്ടൊക്കെ ഇത് ഫ്രാഗ്മെൻറ്റ് ചെയ്യാം, പല പല കഷ്ണങ്ങളായിട്ട് മാറാം. അപ്പോൾ അങ്ങനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്ന ഓരോ ഫ്രാഗ്മെൻറ്റ്സിനും എന്താണ് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതായിട്ട് മാറാൻ, എന്താ എറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂണേറിയ താലസായിട്ടുള്ള ഫ്യൂണേറിയ ആയിട്ട് മാറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ പ്രോട്ടോനിയമയിൽ ചിലപ്പോൾ ചില ബഡ്ഡുകളൊക്കെ ഉണ്ടാവും. ചില ബഡ്ഡുകൾ ഫോം ചെയ്യാം, ബ്രാഞ്ചറായിട്ടുള്ളത് ബഡ്ഡുകൾ ഫോം ചെയ്യും. ഈ ബഡ് ഫ്രാഗ്മെൻറ്റ്സിൻ്റെ ബഡ്ഡുകൾ നേരെ ഡയറക്റ്റ്ലി ഇറക്റ്റ് ആയിട്ടുള്ള എന്താ ഫ്യൂണേറിയൽ ഒരു ബ്രാഞ്ചായിട്ട് തന്നെയാണ്, സ്റ്റെമ്മായിട്ട് തന്നെ അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി പ്രോട്ടോനിയമ എന്ന് പറയുന്നത്. സെക്കൻഡറി പ്രോട്ടോനിയമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേതെങ്കിലും, അതായത് ഇപ്പോൾ എന്താ ലീഫിൽ നിന്നോ സ്റ്റെമ്മിൽ നിന്നോ അല്ലെങ്കിൽ ആന്ത്രീഡിയത്തിൽ നിന്നോ റൈസോയിഡ്സിൽ നിന്നോ, അതായത് സ്പോർ അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പ്ലാന്റ് പാർട്സിൽ നിന്ന്, ഫ്യൂണേറിയയുടെ മറ്റേതെങ്കിലും ഒരു പ്ലാന്റ് പാർട്സിൽ നിന്ന് പ്രോട്ടോനിയമ വരികയാണെങ്കിൽ, അങ്ങനത്തെ ഒരു പ്രോട്ടോനിയമ സ്ട്രക്ചർ എൻലാർജ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്കൻഡറി പ്രോട്ടോനിയമ എന്ന് പറയുന്നത്. പ്രൈമറി പ്രോട്ടോനിയമ എപ്പോഴും സ്പോറിൽ നിന്നുണ്ടാകുന്നതാണെന്നും സെക്കൻഡറി പ്രോട്ടോനിയമ സ്പോർ ഒഴികെ മറ്റേതെങ്കിലും ഒരു പ്ലാന്റ് പാർട്ടിൽ നിന്നുണ്ടാകുന്നതാണെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം എന്താ ഒരു ഫസ്റ്റ് ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു താലസ് അപ്പിയറൻസ് ആണ്. ഓക്കെ, അതിൽ നിന്ന് ഡയറക്റ്റ്ലി ഒരു പ്ലാന്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന് ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ ബഡ്ഡിങ് സംഭവിച്ചിട്ടോ ഒരു പുതിയ പ്ലാന്റിലേക്ക് എത്താം. അതെല്ലാം എന്താണ് വെജിറ്റേറ്റീവ് ടൈപ്പ് റീപ്രൊഡക്ഷനാണ്. ദെൻ മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജെമ്മെ ഫോമേഷനാണ്. അത് നമ്മൾ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ട എവിടെയാണ്, മാർക്കാൻഷ്യയുടെ കേസിലാണ് എന്ന് പറയുന്ന പോലെ ഇവിടെയും ഡ്യൂറിങ് അൺഫേവർ പീരീഡ് എ ടെർമിനൽ സെൽസ് ഓഫ് പ്രോട്ടോനിയമ ഫോം മൾട്ടി സെല്ലുലാർ ഗ്രീൻ ബോഡീസ് കോൾഡ് ഗമ്മെ. നമ്മുടെ പ്രോട്ടോനിയമയുടെ ടെർമിനൽ സെൽസ്, ഏറ്റവും ടിപ്പിലുള്ള സെല്ലുകൾ ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഗ്രീൻ സ്ട്രക്ചർ ഉണ്ടാക്കും. അതിന് പറയുന്ന പേരാണ് ജെമ്മെ എന്ന് പറയുന്നത്. ഇത് കുറേ നാൾ ഡോർമെൻ്റ് ആയിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഒരു ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പേരൻ്റ് പ്ലാന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് മാറിയിട്ട് എന്താ അതൊരു പുതിയ പ്ലാന്റായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഓക്കെ, ദെൻ മറ്റൊരു സ്ട്രക്ചറാണ്, ഇത് നമ്മൾ മറ്റൊന്നിനും കാണാത്തൊരു സ്ട്രക്ചറാണ് ബൾബിൾസ് എന്ന് പറയുന്നത്. ബൾബിൾസ് എന്ന് പറഞ്ഞാൽ ജെമ്മെ പോലത്തെ ഒരു സ്ട്രക്ചറൊക്കെയാണ്, പക്ഷേ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സബ്ടെറൈനാണ്, അതല്ലെങ്കിൽ റൈസോയിഡ്സിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്.
അല്ലെങ്കിൽ റൈസോഴ്സ് ഉണ്ടായി വരുന്ന അടിവശത്തിൻ്റെ ആ ഭാഗത്തു നിന്നാണ് നമ്മുടെ ബൾബിൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ്, അതിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, ക്ലോറോപ്ലാസ്റ്റ് ഇല്ലാത്ത ഒരു സെല്ലിൽ നിന്നും അടുത്തൊരു ജനറേഷൻ അല്ലെങ്കിൽ അടുത്തൊരു ഫിനേറിയ, അടുത്തൊരു താലസ് ഉണ്ടായി വരുന്നു എന്നതിനോടൊരു എക്സാമ്പിൾ കൂടിയാണ് ബൾബിൾസ് എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യുന്നു, ഒരു ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ പേരൻറ്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നു, ഒരു പുതിയ താലസായിട്ട് വളരുന്നു. ഓക്കെ, ദെൻ അപ്പോസ്പോറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, നമ്മുടെ സ്പോറോഫൈറ്റ് ആയിട്ടുള്ള അല്ലേ, സ്പോറോഫൈറ്റിലെ സ്പോർ ഒഴികെ ബാക്കി ഏതെങ്കിലും ഒരു സെല്ലിൽ നിന്നും ഡെവലപ്പ് ചെയ്തിട്ട് എന്തുണ്ടാകുന്നു, നമ്മുടെ സ്പോറോഫൈറ്റിൻ്റെ സ്പോർസിൽ നിന്നാണ് ഗമീറ്റ്സ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, സ്പോർസിൽ മിയോസിസ് നടന്നിട്ടാണ് മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റും ഒക്കെ അല്ലെങ്കിൽ മെയിൽ ഗമീറ്റോഫൈറ്റും ഫീമെയിൽ ഗമീറ്റോഫൈറ്റും ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, അത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളാണ്, അതുകൊണ്ടാണ് അവിടെ മിയോസിസ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിൻ്റെ സെല്ല് ഡയറക്റ്റ്ലി ഒരു ഗമറ്റോഫൈറ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ സെല്ലുകൾ എങ്ങനെയായിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കുമോ ഡിപ്ലോയിഡ് ആയിരിക്കുമോ? ഡിപ്ലോയിഡ് ആയിരിക്കും. അതൊരു റെയർ കണ്ടീഷനാണ് അപ്പോസ്പോറി എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ നോക്കുക, സ്പോറോഫൈറ്റിൻ്റെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ചില സെല്ലുകളിൽ നിന്ന് ഒരു പുതിയ ഗെമറ്റോഫോർ അല്ലെങ്കിൽ ഗെമറ്റോഫൈറ്റ് ഉണ്ടാവുകയാണ്. ഗെമറ്റോഫൈറ്റ് നമ്മൾ പറഞ്ഞാലും അത് നോർമൽ ഹാപ്ലോയിഡ് ഗെമറ്റോഫോറിനെ പോലെയൊക്കെ കണ്ടാതിരിക്കും, പക്ഷേ അത് ശരിക്കും ഡിപ്ലോയിഡ് ആണ്. അത് ഡിപ്ലോയിഡ് ആയതുകൊണ്ട് തന്നെയും അത് സ്റ്റെറൈലാണ്, അതിന് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാവത്തില്ല. ഓക്കെ, അതുകൊണ്ട് അത് ആ ഒരു ജനറേഷൻ ഉണ്ടായാൽ അതിന് പിന്നീട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റത്തില്ല. പക്ഷേ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഒരിക്കലും സെക്ഷുവൽ റീപ്രൊഡക്ഷനിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഗെമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് കണ്ടീഷൻ, അത് മെയിലും ഫീമെയിലും ഡിഫറൻ്റ് ആണ്. അതിൽ നിന്ന് അതിൽ നമ്മുടെ മൈറ്റോട്ടിക് ഡിവിഷൻ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് തന്നെ ഒരു ഗമീറ്റ് ഉണ്ടാവുകയുള്ളൂ, ഡിപ്ലോയിഡ് തന്നെ ഒരു ഗമീറ്റ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഡിപ്ലോയിഡ് ഗമീറ്റ് മറ്റൊരു ഗമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്ലോയിഡ് കണ്ടീഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇതിൽ നിന്നും ഒരിക്കലും ഒരു ഗമീറ്റോഫൈറ്റിൽ നിന്ന് ഒരിക്കലും ഒരു ഗമീറ്റ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അത് സ്റ്റെറൈലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ട് നടക്കുന്ന 5 ടൈപ്പ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അപ്പോൾ അത്രയാണ് ഫ്യൂണേറിയയുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സും അതുപോലെ അനാറ്റമിയും പ്രധാനപ്പെട്ട വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ പറ്റിയും പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷനും കുറച്ച് അഡ്വാൻസ്ഡ് ടൈപ്പാണ്. സോ നമുക്ക് 2 ക്ലാസ് ആയിട്ട്, ഒറ്റ ക്ലാസ് ആയിട്ട് പറയുന്നില്ല, 2 ക്ലാസ് ആയിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഒരു ക്ലാസ് ആയിട്ടും അതുപോലെ അതിൻ്റെ സ്പോറോഫൈറ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളുമൊക്കെ മറ്റൊരു ക്ലാസ് ആയിട്ടും പറയാം. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനും ഒരുപാട് ലെങ്ത്തുള്ള ക്ലാസ് എടുക്കുന്നില്ല, അരമണിക്കൂർ 40 മിനിറ്റ് അങ്ങനത്തെ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ എളുപ്പമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ കാണുക, കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ ആ ഡൗട്ടുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.